രണ്ടാമത് സംസാരിച്ച അബ്ദുൾ സമദ് പൂക്കോട്ടൂർ അദ്ദേഹത്തിന്റെ കൂടുതൽ ബൈറ്റ് ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞത് സമസ്തയുടെ ഔദ്യോഗികമായ നിലപാട് പ്രഖ്യാപിക്കുന്നത് സമസ്ത പ്രസിഡന്റും അതുപോലെ ജനറൽ സെക്രട്ടറിയോ ആയിരിക്കുമെന്നാണ്. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് വെച്ച് സമസ്തയുടെ നിലപാടല്ല എന്ന് പറയുന്നു. പക്ഷെ അതേസമയം സമസ്തയുടെ നിലപാട് ഇതാണ് എന്ന രീതിയിൽ തന്നെയാണ് ഇവർ രണ്ടുപേരും കാര്യങ്ങൾ അവതരിപ്പിച്ചത്. ഇതേക്കുറിച്ചുള്ള ഒരു പ്രതികരണം എങ്ങനെയാണ്? ഒന്ന്, ഇത് വഖഫ് ഭൂമിയാണ്. രണ്ട്, അവിടെ റിസോർട്ട് മാഫിയ ഉണ്ട്. അവരൊഴികെ ബാക്കിയുള്ളവരെ ഇറക്കി വിടരുത്. പക്ഷേ ഈ പകരം ഭൂമി എന്നുള്ള ആശയമാണ്. അതായത് ഈ മുനമ്പം വാസികൾ ഭൂമി തിരിച്ചു കൊടുക്കണം, അവിടെ വഖഫ് ഭൂമി തന്നെയായി നിലനിർത്തും. ഇവർക്ക് പകരം ഭൂമി, മുനമ്പം നിവാസികൾക്ക് പകരം ഭൂമി. ഈ ഒരു നിർദ്ദേശമാണ് സമസ്ത മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് കുറെ നാളുകളായി ഞാനിവിടെ നമ്മുടെ ഈ ചർച്ചയില് ഇതിനു മുൻപും സൂചിപ്പിച്ച ഒരു വസ്തുത, ഇത് വഖഫ് ഭൂമിയല്ല എന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിച്ച് പരസ്യമായി ഏറ്റുപറഞ്ഞിട്ടുള്ള മുസ്ലിം സംഘടനകൾ ഏതൊക്കെയാണെന്നുള്ള ചോദ്യം ഞാൻ ഏതാണ്ട് 2 ആഴ്ച മുൻപേ തന്നെ ഇവിടെ ഉയർത്തിയിരുന്നു. അത് ഓർമ്മയിലുണ്ടാവും ഞാൻ വിചാരിക്കുകയാണ്. അതായത് വഖഫ് ഭൂമിയല്ല മുനമ്പം എന്നുള്ളതിൽ ഒരു സംശയവും യാഥാർത്ഥ്യബോധമുള്ള ഒരാൾക്കും ഉണ്ടാകാൻ വഴിയില്ല. കാരണം വളരെ 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 വ്യക്തമാണ്. ആ ഡീഡ് ഒന്ന് വായിച്ചാൽ മാത്രം. പക്ഷെ ഇവിടെ സമസ്തയുടെ നേതാക്കൾ പറയുന്നത് വഖഫ് ഭൂമി ആണെന്നാണ് ഫാദർ. അല്ല, വഖഫ് ഭൂമി ആണെന്ന് അവര് പറയുമ്പോൾ എങ്ങനെയാണ് ഒരു കണ്ടീഷണൽ വഖഫ് ഉണ്ടാകുന്ന എന്നുള്ളൊരു ചോദ്യം ശക്തമായി നിലനിൽക്കുന്നില്ലേ? ആകപ്പാടെ കണ്ടീഷണൽ വഖഫിന് സാധ്യതകൾ ഒരൊറ്റ കേസേ ഉള്ളൂ എന്ന് അലഹബാദ് ഹൈക്കോർട്ട് കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. 1933 ഖലീലുദ്ദീൻ അഗൈൻസ്റ്റ് സർ റാം ആൻഡ് അതേഴ്സ് ആ കേസില് വളരെ കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതായത് ഒരു കടമുണ്ട്, പേയ്മെന്റ് ഓഫ് ഡെറ്റ്, അത് ഉണ്ടെങ്കിൽ അത് വീട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ പ്രോപ്പർട്ടി വഖഫിന് കൊടുക്കാൻ പാടുള്ളൂ എന്ന രീതിയിൽ ഒരു കണ്ടീഷൻ എഴുതിയാൽ ആ കണ്ടീഷൻ മാത്രമേ സ്വീകാര്യമായുള്ളൂ. ഇതൊഴികെയുള്ള ബാക്കി എല്ലാ കണ്ടീഷനുകളും ആ ഒരു ഡീഡിനെ വഖഫ് അല്ല എന്നുള്ളതിന്റെ തെളിവായിട്ട് മാറും. അങ്ങനെ കൃത്യമായിട്ട് നിയമം അറിയാവുന്നവരുണ്ടല്ലോ, പ്രത്യേകിച്ച്. പക്ഷേ ഇത് ഞാൻ അബ്ദുൾ സമദ് പൂക്കോട്ടുമായിട്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു ഈ വഖഫ് എന്നുള്ള പദം 2 ഇടങ്ങളിൽ ആധാരത്തിലുണ്ട്. അത് ശരിയുമാണല്ലോ. അപ്പോൾ അതുള്ളിടത്തോളം കാലം മറ്റ് എന്തെങ്കിലും എതിരായിട്ടുള്ള എഴുതി പിടിപ്പിക്കലുകൾ ഉണ്ട് എങ്കിൽ പോലും, മറ്റു കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് എങ്കിൽ പോലും അതെല്ലാം അസാധുവാകുമെന്നുമാണ് സമസ്തയുടെ ഒരു നിലപാട്. സംസാരിച്ച അബ്ദുൾ സമദ് പൂക്കോട്ടൂരും അതുപോലെ തന്നെ ആദ്യം സംസാരിച്ച ഉമർ ഫൈസി മുക്കോം ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അവർ പറയുന്നത് ഈ വഖഫ് ചെയ്ത വ്യക്തി ആരുടെ പേരിലാണോ വഖഫ് അവരുടെ കാര്യം, പിന്നെ വഖഫ് ചെയ്ത ഭൂമി, അതുപോലെ ആ വഖഫ് ആധാരത്തിലെ പരാമർശങ്ങൾ, ഇതെല്ലാം ഇതൊരു വഖഫ് ആണ് എന്ന് വ്യക്തമാക്കുന്നതാണെന്നാണ്. അതായത് ഒരു പ്രശ്നപരിഹാരത്തിന്റെ ടേബിളിലേക്ക് പോകുമ്പോൾ മതസംഘടനകൾക്ക് ഒരു പ്രശ്നമില്ല എന്ന് പറയുമ്പോൾ, ലീഗ് അങ്ങനെ പറഞ്ഞിരുന്നുവല്ലോ, ലീഗ് തന്നെ വിളിച്ചു കൂട്ടിയതാണ് മതസംഘടനകളുടെ യോഗം. അതിനുശേഷം പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് അവർക്കൊരു എതിർപ്പും അവിടെ ഇല്ല, ബാക്കിയെല്ലാം പരിഹരിക്കേണ്ടത് സർക്കാരാണെന്നാണ്. പക്ഷെ ഇപ്പോൾ സമസ്ത ഇങ്ങനെ പറയുമ്പോൾ അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഒരു പ്രശ്നപരിഹാരത്തിന് തടസ്സമാകുന്നു എന്നാണോ? ഇവിടെയെല്ലാം പ്രശ്നം ആ നിലപാട് തന്നെയായിരുന്നു. അതായത് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ അല്ലാതെ വേറെ കുഞ്ഞാലിക്കുട്ടി സാഹിബോ മുസ്ലിം സംഘടനകളോ ഇത് വഖഫ് അല്ല എന്നുള്ള സത്യം വിളിച്ചു പറയാനുള്ള ചങ്കൂറ്റം അവർ കാണിച്ചിട്ടില്ല. അതിന്റെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വഖഫ് അല്ല എന്നുള്ളത് പരമാർത്ഥമാണ്, പട്ടാപ്പകൽ പോലെ വ്യക്തമായ യാഥാർത്ഥ്യമാണ്. പല പല കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ അത് വളരെ വ്യക്തമാണ്. അപ്പോൾ കണ്ടീഷണൽ വഖഫ് എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ല. കാരണം പെർമനന്റ് വഖഫ് അത് തന്നെയാണുള്ളത്. അതാണ് വഖഫ് ആക്ടിൽ പോലും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ കണ്ടീഷണൽ വഖഫ് എന്നുള്ള ഒരൊറ്റ കാര്യത്തിലല്ലാതെ മറ്റു കാര്യങ്ങളില്ല. അതുകൊണ്ട് ഇവർ പറയുന്നത് അസത്യമാണ്. ഇക്കാര്യം അറിയാവുന്ന, ഇനി ഞാൻ ഈ ദിവസങ്ങളിൽ വഖഫിന്റെ പുസ്തകങ്ങൾ വായിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. വളരെ രസകരമായ ഒത്തിരിയേറെ പുസ്തകങ്ങളുണ്ട്. ഇതിലെല്ലാം വളരെ ശക്തമായി എല്ലാ പുസ്തകങ്ങളിലും സ്ഥാപിക്കുന്നത് കണ്ടിൻജന്റ് ആൻഡ് കണ്ടീഷണൽ വഖഫ് ഈസ് നോട്ട് വഖഫ് എന്നാണ് വളരെ ക്ലിയർ ആയി എല്ലാ പുസ്തകങ്ങളും സ്ഥാപിക്കുന്നത്. അപ്പോ ഒരുപക്ഷെ ഇവരെക്കാൾ കൂടുതൽ ഇപ്പോ ഞങ്ങളെപ്പോലുള്ളൊരു ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി 2, ഈ പൂക്കോട്ടൂർ പറഞ്ഞ ഒന്ന്, അതായത് കോടതിയിൽ ട്രൈബ്യൂണലിൽ വഖഫ് ട്രൈബ്യൂണലിൽ മുസ്ലിങ്ങൾ അല്ലാത്തവരാണ് ജഡ്ജിമാരായിട്ടുള്ളത്. ഈ വാദം മുസ്ലിങ്ങൾ അല്ലാത്തവർ ജഡ്ജിമാരായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട്
സിവിൽ കോർട്ടിലേതുപോലെ തന്നെ എല്ലാ വിധി പ്രസ്താവങ്ങളും ഈ പറയുന്ന ട്രൈബ്യൂണലിൽ ഈ ഇന്ത്യൻ പൗരന് കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്ന ആ ഒരു എല്ലാ രീതികളിലുമുള്ള ഒരു ട്രീറ്റ്മെന്റ് ട്രൈബ്യൂണലിൽ ലഭിക്കുമോ എന്ന ചോദ്യം വളരെ ശക്തമാണ്. എന്താന്ന് വെച്ചാൽ നോക്കുക, ഏത് സിവിൽ കോർട്ടിലായാലും നമുക്ക് കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ ഉണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ അനുസരിച്ച് നമ്മുടെ സിവിൽ കോർട്ടില് ഒരു കൂട്ടര് ഒരു വസ്തു ക്ലെയിം ചെയ്യുന്നു. ഇപ്പൊ ഉദാഹരണത്തിന് മുനമ്പം ഉടമസ്ഥരുടെ ആ വസ്തു വഖഫ് ബോർഡ് ക്ലെയിം ചെയ്യുന്നു. അങ്ങനെ ക്ലെയിം ചെയ്ത് പിടിച്ചെടുക്കുന്നു. അപ്പോൾ ഇത് കേസ് സിവിൽ കോടതിയിൽ എത്തുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ സിവിൽ കോടതിയിൽ എത്തിയാൽ എന്താണ് സിവിൽ കോടതിയിലെ പ്രൊസീജിയർ? ഇത് തെളിയിക്കേണ്ടത് ആരാണ്? ഇത് തെളിയിക്കേണ്ടത് ഈ പറയുന്ന ഈ അവകാശവാദം ഉന്നയിക്കുന്നവരാണ്. ഇവിടെ ഉടമസ്ഥർക്ക് കൃത്യമായി അവര് പണമടച്ചതിന്റെയും അതുപോലെ അവരുടെ പട്ടയത്തിന്റെയും ആധാരത്തിന്റെയും അതുപോലെ കരമടച്ച രസീതും ഒക്കെ അവരുടെ കയ്യിലുണ്ട്. പക്ഷേ ഇത് അധിനിവേശം നടത്തുന്ന വഖഫ് ബോർഡാണ് തെളിയിക്കേണ്ടത്. പക്ഷെ ഇവിടെ എങ്ങനെയാ? ട്രൈബ്യൂണലിൽ തെളിയിക്കേണ്ടത് ആരാ? ഈ പാവം ഉടമസ്ഥരാണ് തെളിയിക്കേണ്ടത്. ഇത് വഖഫ് ഭൂമി അല്ല എന്ന് തെളിയിക്കണം. മറ്റൊന്ന്, ഈ ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഉണ്ടല്ലോ, അത് സിവിൽ കോടതിയിൽ ഇന്ത്യൻസ് എവിഡൻസ് ആക്ട് വെച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോവുള്ളൂ. ശരിയല്ലേ? അതിന് കൃത്യമായ രേഖകൾ വേണം, അത് ഡോക്യുമെന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണം. ഇവിടെ എന്താ? ബൈ വേർഡ് ഓർ ബൈ ഡീഡ് എന്നാണ് സംഗതി. അത് വെച്ചിട്ട് ഒരു ട്രൈബ്യൂണലിൽ ജഡ്ജ് നോൺ മുസ്ലിം ആണ് എന്നുള്ളത് കൊണ്ട് അവിടുത്തെ വിധിയെല്ലാം വളരെ ന്യായമായിരിക്കും, മറ്റ് സിവിൽ കോർട്ടിലേതുപോലെ തന്നെയായിരിക്കും എന്ന് വിചാരിക്കുന്നത് വലിയ അബദ്ധമാണ്. ഇനി കോർട്ടിനകത്ത് ജഡ്ജിനെ കൂടാതെ വേറെ രണ്ടുപേരും കൂടിയുണ്ട്. ഒന്ന് ഒരു സെക്രട്ടറി, അല്ലേ, സർക്കാർ നിയോഗിക്കുന്ന സെക്രട്ടറി. മറ്റൊന്ന് ഒരു മുസ്ലിം മതപണ്ഡിതൻ. അപ്പോ സിവിൽ കോടതിയിലെ പോലെ തന്നെ ഇവിടെ നടക്കുമെന്നുള്ള അദ്ദേഹത്തിന്റെ വാദം എത്രയോ ജോഷി മയ്യാറ്റിൽ. ശ്രീ ജോസഫ് ബെന്നി,